ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, യുവ നേതാവ് മുസ്തഫ കൊമേരി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവേശോജ്വലമായ പ്രസംഗം നടത്തിയ മനില തലൈവർ, തമിഴ്നാട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, സമീപ ഭാവിയിൽ തമിഴ്നാട്ടിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഫാസിസ്റ്റുകൾക്ക് കിടിലം സൃഷ്ടിച്ചുകൊണ്ട് ഉഗ്ര ശബ്ദമായി മാറും എന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന, ഇതൊരു സ്വപ്നമായി ആരും വിചാരിക്കേണ്ടതില്ല, അതിലേക്കാണ് സാഹചര്യം, രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ കർണാടകയിലുണ്ടായ മുന്നേറ്റം നമുക്കറിയാവുന്നതാണ്. ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയായ അല്ലെങ്കിൽ ഈറ്റില്ലമായ ഉത്തർപ്രദേശിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുള്ളത് എന്ന് നമ്മൾ അറിയണം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പാർട്ടിയെ ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഈ പാർട്ടി? ഈ പാർട്ടിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നൊക്കെ ആലോചിക്കുന്നവർ രാഷ്ട്രീയമറിയാത്തവരും രാഷ്ട്രീയ ചരിത്രമറിയാത്തവരുമാണ്. വിശദീകരിക്കുന്നില്ല. ഈ ജനമുന്നേറ്റ യാത്രക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ഉപനായകരായ സഹോദരന്മാർ തുളസീധരൻ പള്ളിക്കൽ, റോയി അറക്കൽ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, ഇവിടെ ജാഥാ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുവാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BT ഇക്രാമുൽ ഹക്ക്, സംസ്ഥാന സമിതി അംഗം മുസ്തഫ പാലേരി, ജില്ലാ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഈ സമ്മേളനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന്, സംഘാടനത്തിന് നമ്മളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, മാധ്യമപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, എനിക്ക് ശേഷം ഈ ജാഥയുടെ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ BT ഇക്രാമുൽ ഹക്ക് ഇവിടെ സംസാരിക്കും. ജാഥയ്ക്ക് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്തുകൊണ്ട് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി സംസാരിക്കും. ഏതാനും വാക്കുകളിൽ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ആദ്യമായി അഭിവാദ്യം ചെയ്യുവാനുള്ളത് ഈ ജനമുന്നേറ്റ യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സ്വീകരണം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയ, അതിന് നേതൃത്വം നൽകിയ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തെയും മണ്ഡലം നേതൃത്വങ്ങളെയും അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ച ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയുമാണ്. അവരെ സന്തോഷത്തോടുകൂടി ഈ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങ് അടിവാരത്ത് നിന്ന് ഈ ജാഥ ആരംഭിച്ചപ്പോൾ റോഡിൻ്റെ ഇരുവഴികളിലും ആവേശപൂർവം സ്വീകരിക്കുവാൻ, അഭിവാദ്യം ചെയ്യുവാൻ കാത്തിരിക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ ആയിരങ്ങളുടെ മുഖത്ത് ഞങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ കഴിയുണ്ടായി. അവരുടെ മുഖത്ത് കാണുന്നത് പുതിയ പ്രതീക്ഷയാണ്, നിരാശയില്ല. നിരാശപ്പെടുവാൻ ഞങ്ങൾക്ക് വകയില്ല. ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ആളുകൾ ഇതാ ഞങ്ങളുടെ മുന്നിൽ നമുക്ക് കൂടുതൽ
നിർഭയത്വം നൽകിക്കൊണ്ട് കൂടെയുണ്ട് എന്നതാണ് അവരുടെ മുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ യാത്ര സംഘടിപ്പിക്കുന്നത്, ഈ യാത്രയുടെ തലവാചകം, ഈ യാത്രയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വളരെ പ്രധാനമാണ്. വിശദീകരിക്കുന്നില്ല. രാജ്യം ഇവിടെ തകർക്കപ്പെടുകയാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ രക്തവും വിയർപ്പും ജീവനും ജീവിതവും നൽകിക്കൊണ്ട് പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാവട്ടെ ഈ രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത, രാജ്യത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ, സ്വാതന്ത്ര്യ സമരഘട്ടങ്ങളിൽ പിറകിൽ നിന്ന് കുത്തിയ ആളുകളാണ്. നമുക്കിതിനെ അനുവദിക്കാൻ കഴിയില്ല. ഫെഡറലിസം ഇവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഫെഡറലിസം എന്ന് വിശദീകരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, കോർപ്പറേറ്റിസമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫാഷിസത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും പ്രഖ്യാപിച്ചതുപോലെ ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാജ്യം എന്ന രീതിയിൽ ഒരവതാര പുരുഷനെ പോലെ പ്രധാനമന്ത്രിയെ പിച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റ് കേവലം നോക്കുകുത്തിയായി മാറുന്നു. ഏറ്റവും കുറവ് പാർലമെന്റ് സമ്മേളനങ്ങൾ നടന്ന ടേം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പാർലമെന്റ്. വിമർശനങ്ങളില്ല, ഏകകക്ഷി ഭരണം, പ്രതിപക്ഷരഹിത പാർലമെന്റ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അറിയണം, ഈ രാജ്യത്തെ കൊല വിളിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ 39% മാൻഡേറ്റോടുകൂടിയാണ്. 61% ആളുകൾ ഈ രാജ്യത്തെ രക്ഷിക്കണം, തിരിച്ചു പിടിക്കണം എന്നാഗ്രഹിക്കുന്നു. അവർക്ക് നേതൃത്വം നൽകാൻ ബദലുകൾ അന്വേഷിക്കും. ബദലുകളുടെ ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ അവലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ തരം ഘട്ടത്തിലാണ് ചെറുതായ ദുർബലമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലുള്ള ചെറുതുകളുടെ പ്രസക്തി, ചെറുതുകളുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിരാശയ്ക്ക് വകയില്ല. നമ്മൾ നിരാശപ്പെടരുത്. ഈ രാജ്യത്തെ അങ്ങനെ ആർക്കെങ്കിലും ഒറ്റയടിച്ച് തകർത്ത് കളയാം എന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. നിർഭയത്വമാണ് നമുക്ക് ആവശ്യം. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാനും പരാജയപ്പെടുത്തുവാനും നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തുന്നത് ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യം, വിശപ്പിൽ നിന്നുള്ള മോചനമാണ്. നമ്മൾ നിർഭയരായിരിക്കുക. നമുക്കാരെയും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. ആ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരാഹ്വാനമാണ്, ഒരു സന്ദേശ പ്രചാരണമാണ് ഈ ജാഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI.